ഹായ് ഹലോ നമുക്കിന്നൊരു സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ഒരു എഗ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? സവോള, പച്ചമുളക്, തക്കാളി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നല്ലോട്ട് നമ്മളൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് നമ്മുടെ പെരുംജീരകം, പിന്നെ നമ്മുടെ പട്ട, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ്, ഇതൊന്നിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ നൈസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയോടെ ആഡ് ചെയ്യുക. സവോള പെട്ടെന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. സവാളയും ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴഞ്ഞു വരട്ടെ. ഇതിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ സവാള ഒന്ന് വഴറ്റി വരണം. അതിൻ്റെ കളർ ഒരു കളറൊന്ന് മാറി കിട്ടണം. നമുക്ക് ജസ്റ്റ് ഒരു റെഡിഷ് കളർ വരണം. എന്നാൽ വല്ലാതെ കരിയാനും പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സവാള വഴണ്ടി വരുന്ന ടൈമിൽ നമ്മൾ പച്ചമുളകും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതുകൂടെ പേസ്റ്റാക്കി എടുക്കണമെന്നില്ല, ജസ്റ്റ് ചതച്ച് വെച്ചതുകൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതൊന്ന് വഴണ്ടി വരുന്ന ടൈമിൽ നമുക്ക് അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് പിന്നെ അതിലാവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന പൊടികൾ: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടി കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ മെയിൻ സാധനം നമ്മുടെ ഒരു കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റാണ് ഇതിൽ നമ്മുടെ ഈ ഒരു എഗ് റോസ്റ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ദെൻ അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, മല്ലിയില, കറിവേപ്പില കൂടെ ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നമ്മളൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. എന്നിട്ട് അതിൽ വെള്ളം വിട്ട് വരും. വെള്ളം വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് വീണ്ടും ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചത് ഏകദേശം ഒന്ന് കുറുകി വരുന്ന ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ വിട്ട് വന്ന് സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ വിട്ട് വന്ന് ഇതുപോലെ നമുക്കൊരു സൂപ്പർ ടേസ്റ്റി എഗ് റോസ്റ്റ് റെഡിയായി കിട്ടും. ഓക്കെ, താങ്ക് യു.